ാകാം. അല്ലാഹു അവർക്കൊക്കെ സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി അല്ലാഹുവിനെ കരുതി നമ്മൾ പ്രവർത്തിക്കണം. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ ഈ ചരിത്രം പറഞ്ഞ് ഞാൻ ഇന്നത്തെ എന്റെ പ്രസംഗം നിർത്തട്ടെ. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അതാ രണ്ട് കൈക്ക് മാമം വെച്ച് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ധൈര്യത്തോടെ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് നീങ്ങി. കൊട്ടാരത്തിൽ ചെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അപാരമായ ബുദ്ധിയാണ്. നേരെ ചെന്നിട്ട് അസ്സലാമു അലൈക്കും വബറകാതുഹു സലാം ചൊല്ലിയത് അങ്ങനെ. സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞില്ല, വബറകാതുഹു സലാം അലൈക്കും വബറകാതുഹു. അപ്പൊ രാജാവ് എന്താണ് ഒരു പുതിയ സലാം, റഹ്മത്തുള്ളാഹി ഇല്ലാത്തൊരു സലാം? അപ്പോൾ പറഞ്ഞു, ഓ രാജാവേ, യാതൊരു തെറ്റും ചെയ്യാത്ത ഒരു പണ്ഡിതൻ അദ്ദേഹം ദീന് പ്രചരിപ്പിച്ചപ്പോൾ, അദ്ദേഹത്തിന്റെ ദർസിൽ മുതഅല്ലിമീങ്ങൾ വർദ്ധിച്ചപ്പോൾ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ വർദ്ധിച്ചപ്പോൾ, അതാ അസൂയക്കാരായ ചില ആളുകൾ പറഞ്ഞുണ്ടാക്കിയ ഫിത്ന, ആ ഫിത്നയുടെ അടിസ്ഥാനത്തിൽ നിരപരാധിയായ ഒരു പണ്ഡിതനെ കൈക്കാമം വെച്ച് പിടിച്ചുകൊണ്ടുവന്ന കൊട്ടാരം, ആ കൊട്ടാരത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമോ? ആ സംശയം കൊണ്ട് ഞാൻ പറയുമ്പോൾ റഹ്മത്തുള്ള ഒഴിവാക്കിയതാണ്. രാജാവ് ചോദിച്ചതെന്തേ? അപ്പോഴാണ് ഓതിക്കൊടുത്തത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലാഹു പറഞ്ഞില്ലേ, ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ അതാ നിങ്ങൾ നടപടി സ്വീകരിക്കരുത്, അതിന്റെ വസ്തുതയെക്കുറിച്ച് തെളിവന്വേഷിക്കണം. സുബ്ഹാനല്ലാഹ്. രാജാവ് പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ വിവരണം ഒന്ന് കേൾക്കട്ടെ, വിശദീകരണം കേൾക്കട്ടെ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് വിശദീകരിക്കാനായിട്ടില്ല. കാരണം എനിക്ക് ഈ സ്ഥലത്ത് കൈക്ക് ആമം വെച്ചിട്ടാണ് പണ്ഡിതനായ ഞാനുള്ളത്. എനിക്ക് പാണ്ഡിത്യത്തിന് ഇൽമിനുള്ള ബഹുമാനം ഇവിടെ അംഗീകരിച്ചു കിട്ടാത്തത് കൊണ്ട് എന്റെ മനസ്സിന് സമാധാനമില്ല. രാജാവ് പറഞ്ഞു, ആ പണ്ഡിതന്റെ കയ്യിന്റെ ആമം അഴിച്ചു കൊടുക്കണം. ആമം കഴിച്ചിട്ട് പറഞ്ഞു, നാ വിശദീകരണം തുടങ്ങൂ. ശാഫിഈ ഇമാം തങ്ങൾ പറഞ്ഞു, ആയിട്ടില്ല രാജാവേ, നിങ്ങൾ രാഷ്ട്രീയ നേതാവാണ്, രാഷ്ട്രത്തലവനാണ്, നിങ്ങൾ കസേരയിലിരിക്കുകയാണ്. ഞാൻ അല്ലാഹുവിന്റെ ദീന് പഠിച്ചൊരു പണ്ഡിതനാണ്, ഖുറൈശി തറവാട്ടുകാരനാണ്. ഖുറൈശി തറവാടിന് ബഹുമാനമുണ്ട് ഇല്ലെന്നാണ് മൗലവിമാരുടെ വാദം. ഖുറൈശി തറവാടിന് ബഹുമാനമില്ലെന്നാണ് മൗലവിമാരുടെ വാദം. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്താൻ വേണ്ടി മൗലവിമാര് പറയുന്ന വാദങ്ങളാണ്, യഹൂദികളെ തൃപ്തിപ്പെടുത്താനാണ്. ആ യഹൂദി വാദം ഇതാ മുസ്ലിമീങ്ങൾക്കൊരിക്കലും സ്വീകാര്യമല്ല. ഖദിമൂ ഖുറൈശൻ, ഖുറൈശികളെ നിങ്ങൾ ബന്ധിക്കണേ. ശാഫിഈ ഇമാം തങ്ങൾ ഖുറൈശിയാണ്. ഖുറൈശി തറവാട്ടിലുള്ളൊരു പണ്ഡിതൻ വരും, ഇൽമു ലോകത്തൊട്ടാകെ നടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. തങ്ങന്മാരൊക്കെ ഖുറൈശികളാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ മഹത്വമാണ്. തങ്ങന്മാർക്ക് ആത്മീയതയില്ലെന്നും തങ്ങന്മാരെ കൈമൊത്തേണ്ട കൈയല്ലെന്നും ഒക്കെ ഈ മൗലവിമാര് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, സമയമുണ്ടെങ്കിൽ നാളെ ഞാൻ കേൾപ്പിക്കാം. അതേ സമയത്ത് അഡ്വാനിയുമൊക്കെ തങ്ങളാണെന്നും മൗലവിമാര് പറഞ്ഞിട്ടുണ്ട്. ആരിൽ നിന്നാണ് ഇവയ്ക്ക് ക്ലാസ് കിട്ടിയതെന്ന് മുസ്ലിമീങ്ങൾ ചിന്തിക്കട്ടെ. അത് ഇൻഷാ അല്ലാഹ് ഞാൻ കേൾപ്പിക്കാം. ഇതൊന്ന് കേട്ടോളൂ. ഖുറൈശി തറവാട്ടിന് ബഹുമാനമില്ലെന്ന് ഒരു മൗലവി പറയും, എന്നിട്ട് ഞാൻ ആ ചരിത്രം പൂർത്തീകരിക്കാം. ഖുറൈശി തറവാട്ടിൽ ജനിച്ചിട്ട് ആ ഖുറൈശി തറവാട്ടിന് ഒരു പ്രാധാന്യവുമില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായി ഇപ്പോഴും പറയുന്നു ഓലിന തറവാട്ടുകാരാണ്, മുജാഹിദും പറയുന്നു ഓലിന തറവാട്ടുകാരാണ്. പിന്നെ ജന്തു മുജാഹിദ. അപ്പൊ ഖുറൈശി തറവാട്ടിന് ബഹുമാനമില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് പോൽ. ഓ സലഫി, പ്രമാണങ്ങളാണ് ഞങ്ങളെ കയ്യിലുള്ളതെന്ന് പറഞ്ഞ്
ഈ കേരളം മുഴുക്കെ മലിനമാക്കുന്ന മൗലവിമാരെ, യഹൂദികൾ ആശയം പ്രചരിപ്പിക്കുന്ന നിങ്ങള് ഖുർആനോദി ദുർവ്യാഖ്യാനം ചെയ്യുന്നത് നിർത്തിയിട്ട് എനിക്ക് പറഞ്ഞു തരൂ, നിങ്ങള് ഖുറൈശി തറവാട്ടിന് ബഹുമാനമില്ലെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് എവിടെ? ഏത് കിതാബിലാ ഉള്ളത്? ഏത് സനദാ ഉള്ളത്? നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾക്ക് തെളിവാകണമെങ്കിൽ നബിയിൽ നിന്ന് റിപ്പോർട്ട് കിട്ടി അങ്ങനെ ഇങ്ങനെ കിട്ടണമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഇങ്ങനെ ഒന്ന് വായിക്കൂ സലഫി. എവിടെയാ ഖുറൈശി തറവാട്ടിന് പ്രാധാന്യമില്ലെന്ന് പറഞ്ഞത്? പച്ചക്കള്ളം റസൂലുള്ളാഹിന്റെ പേരിൽ പറയുന്നതല്ലേ? ഇരിക്കട്ടെ, ഖുറൈശി തറവാട്ടുകാരനായ മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ പറയാണ്, എനിക്ക് കസേര കിട്ടിയിട്ടില്ല. രാഷ്ട്രീയ നേതാവായ നിങ്ങൾ കസേരയിലിരിക്കുന്നു, എനിക്ക് കസേര കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്റെ മനസ്സിൽ എന്റെ ഖുറൈശി തറവാട് റസൂലുള്ളാഹിന്റെ തറവാടിനും അതുപോലെ റസൂലുള്ള പഠിപ്പിച്ച ഇൽമിനുമുള്ള ബഹുമാനം വകവെച്ച് കിട്ടാത്ത മനപ്രയാസമാണ്. ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം തങ്ങൾക്ക് കസേര കൊടുക്കാൻ അതാ രാജാവിന്റെ ഓർഡർ. കസേരയിൽ ഇരുന്നതിന് ശേഷം മഹാനവറുകൾ വിശദീകരണമെന്ന് തുടങ്ങി. സുബ്ഹാനല്ലാഹ്, നിങ്ങളെ രാഷ്ട്രീയ പാർട്ടിക്ക് നമ്മളെതിരല്ല, നിങ്ങളെ രാഷ്ട്രീയത്തിനെതിരല്ല, നിങ്ങളുടെ നേതൃത്വത്തിനെതിരല്ല, നിങ്ങളെ ഭരണത്തിനെതിരല്ല. അസൂയക്കാരായ പണ്ഡിതന്മാർ അതാ പറഞ്ഞുണ്ടാക്കിയ ഫിത്നകളാണെന്ന് ശരിക്കെന്ന് വിവരിച്ചു കൊടുത്തപ്പോ രാജാവ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് സമ്മാനം കൊടുത്തു. ചരിത്രമല്ലേ? ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പിന്തുടരുന്ന മുസ്ലിമീങ്ങളെ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നമുക്കൊരു പണ്ഡിതനെയും തെറ്റിദ്ധരിച്ചുകൂടാ കേട്ടോ. ഞാൻ എന്റെ പ്രസംഗം ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ശാദിലി റാത്തീബ് പറയാനുണ്ട്. അതുപോലെ തന്നെ ഇമാമിങ്ങൾ കള്ളുകുടിയനാണെന്ന് സലഫി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ കേൾപ്പിച്ച് മറുപടി പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഞാൻ സന്തുഷ്ടനാണ്. മഹാന്മാരായ ഇമാമിങ്ങളെ കള്ളുകുടിയനാണെന്ന് പറയുമ്പോ, മുശ്രിക്കാണെന്ന് പറയുമ്പോ, അവര് ദീനിന്റെ ശത്രുക്കളാണ്, തെറ്റുപറ്റിയിട്ട് നമ്മളെ പറ്റിച്ചവരാണെന്ന് പറയുമ്പോ അവർക്കെതിരെ സംസാരിക്കാൻ അല്ലാഹ് അവസരം തന്നല്ലോ. അൽഹംദുലില്ലാഹ്, ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് ഉണർത്തുകയാണ്, അതെ, നിങ്ങൾ അല്ലാഹനെ മറന്നുകൊണ്ട് ഈ മൗലവിയെ കേട്ട് പരാജയപ്പെട്ടു പോകല്ല കേട്ടോ. ഈ മൗലവിമാർ അവര് നിങ്ങളെ ഏറ്റെടുക്കുമെന്ന് നിങ്ങൾക്കൊരു ധാരണ വേണ്ട. അക്രമിച്ചവൻ കൈകടിക്കുന്നൊരു സമയമുണ്ട്. തങ്ങളുടെ കൂടെയുള്ള വഴി അത് ഞാൻ സ്വീകരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ മുതൽക്ക് റസൂലുള്ള വരെയുള്ള വഴി ഞാൻ മുമ്പ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പണ്ഡിതന്മാരെ കൈവശത്തിലുണ്ട്. അതൊന്ന് തകർക്കാൻ വേണ്ടി സ്പീക്കർ ഖുതുബ മൗലവി എടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയട്ടെ, സ്പീക്കർ ഖുതുബയുടെ കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. സദഖത്തുള്ള മുസ്ലിയാർ പണ്ഡിതനാണ്, മഹാനാണ്. അതുപോലെ കണ്യത്ത് ഉസ്താദ് മഹാനാണ്, പണ്ഡിതനാണ്. ഉള്ളാട്ടങ്ങളും ഒക്കെ ഉസ്താദും ഒക്കെ പണ്ഡിതന്മാരാണ്, മഹാന്മാരാണ്. എന്താണ് മൗലവിയുടെ സ്പീക്കർ ചർച്ചക്കുള്ള മറുപടി? പറയട്ടെ, സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയിലെ ഒരു പണ്ഡിതനെയും ആക്ഷേപിക്കാതെ, ഒരാളെയും നിസ്സാരപ്പെടുത്താതെ, മറ്റുള്ള സംഘടനയിലുള്ള അരികളെ നിസ്സാരപ്പെടുത്താതെ, നാളെ അതിന്റെ വസ്തുത എന്താണെന്ന് സെറയിന്റെ വീക്ഷണത്തിൽ ഞാൻ വിവരിക്കുന്നത് നാളെ അല്ലാഹുവിന്റെ തൗഫീഖോട് നിങ്ങൾക്ക് കേൾക്കാം. ഞങ്ങളെ കുടുംബം സുന്നത്ത് ജമാഅത്തിന്റെ കുടുംബം, അതിൽ കണ്യത്ത് ഉസ്താദുണ്ട്, സദഖത്തുള്ള മുസ്ലിയാരുണ്ട്, ഒക്കെ ഉസ്താദുണ്ട്, കന്തപുരം ഉസ്താദുണ്ട്, അതുപോലെ കീഴ ഉസ്താദിന്റെ ശിഷ്യൻ എന്റെ പുല്ലൂക്കര ഉസ്താദുണ്ട്. അങ്ങനെ അതാ ഞങ്ങൾ സുന്നത്ത് ജമാഅത്തൊരു കുടുംബമാണ്. ആ കുടുംബത്തിന്റെ കാരണവന്മാരും ഉപ്പാപ്പമാരുമായി ഞങ്ങൾ
ഞങ്ങളെ മുൻഗാമികളായ നിങ്ങളുണ്ട്. അവരിൽ ഒരാളെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിസ്സാരപ്പെടുത്തി സംസാരിച്ച ഓരൊറ്റ വാക്ക് തെളിയിക്കാൻ കഴിയുമോ എന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ട് സലഫി വീണതല്ലേ, പിത്തിനക്കാര് വല്ലതും പറഞ്ഞതല്ലാതെ എന്റെ വാക്ക് വരെ കാണിക്കാൻ കഴിഞ്ഞോ? എഴുതിയത്